വചനത്തിന്റെ ചിന്തയ്ക്കായി എടുക്കുന്നത് സക്കറിയ പ്രവചന പുസ്തകം, സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അല്ലിയ സക്കറിയ ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 12 ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങനെ, ഐ പ്രോമിസ് ദിസ് വെരി ഡേ that I will repay 2 blessings for each of your troubles. അതൊന്ന് വായിച്ചു കേൾക്കാം. അതിന്റെ 12. പ്രത്യാശയുള്ള ഖണ്ഡിതരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. Very day that I will repay 2 blessings for each of your troubles. ഞാൻ ഇങ്ങനെ നിങ്ങളോട് സത്യം ചെയ്യുന്നു. ഈ ദിവസം ഇങ്ങനെ നിങ്ങളോട് സത്യം ചെയ്യുന്നു. എന്താണ് സത്യം ചെയ്യുന്നത്? നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടിനും, ഓരോ കെടുതിക്കും അല്ലെങ്കിൽ ഓരോ നിരാശയ്ക്കും പകരം ഓരോ കെടുതിക്കും അല്ലെങ്കിൽ ഓരോ നിരാശയ്ക്കും പകരം നിങ്ങൾക്ക് ഇരട്ടിയായി അല്ലെങ്കിൽ 2 അനുഗ്രഹങ്ങൾ തരും. അപ്പം 2:1 റേഷ്യോ കണ്ടോ? 2 അനുഗ്രഹങ്ങള് ഒരു വിഷമത്തിന്. ഹല്ലിയ. ഇന്ന് ഒരു വാഗ്ദത്തമാ കർത്താവ് വചനത്തിലൂടെ സങ്കടത്തിനും അല്ലെങ്കിൽ ഓരോ നിരാശപ്പെട്ട നിമിഷത്തിനും പകരമായി കർത്താവ് ഇരട്ടി അല്ലെങ്കിൽ 2 ടൈംസ് അതിന് പകരമായി സന്തോഷം, സമാധാനം, അനുഗ്രഹം. ഇനി ഒന്നുകൂടെ മലയാളത്തിൽ വായിച്ച്. പ്രത്യാശയുള്ള ബന്ധിതരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി ഈ വാക്ക്, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഇത് കർത്താവിന്റെ ഒരു വാഗ്ദത്തമാണ്. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഹല്ലിയ. എന്തൊക്കെ കഷ്ടത വന്നോ അതിരം നൽകും. അങ്ങനെയാ അതിന്റെ ശരിക്കും അതിന്റെ ബേസിക് അല്ലെങ്കിൽ മൂല ടേം അങ്ങനെയാ വരുന്നത്, സെന്റൻസ് അങ്ങനെയാ വരുന്നത്. നിന്റെ ഓരോ കഷ്ടതയ്ക്കും ഇരട്ടിയായി ഞാൻ നിനക്ക് പകരം നൽകും. അല്ലേ എന്ന് വിളിച്ചു പറഞ്ഞേ. ഇരട്ടിപ്പിക്കുന്ന കർത്താവ്, സകലതും ഇരട്ടിപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് സകലതും ഇരട്ടിപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. മൾട്ടിപ്ലിക്കേഷനാ കർത്താവിന്റെ കയ്യില്. സ്തോത്രം. നമ്മൾ കാണുന്നുണ്ട് ജനം നിരാശപ്പെട്ട്, ഹല്ലേലൂയ, വിശന്ന് അവരിയ്ക്കുമ്പോ യേശു കർത്താവിന്റെ വചനം ശുശ്രൂഷയും കഴിഞ്ഞ് അവര് 3 ദിവസം എന്ന് ചിന്തിക്കണേ, അവര് 3 ദിവസം ഒരു ആഹാരവും കഴിക്കാതെ യേശു പ്രസംഗിക്കുന്നത് അവര് കേട്ടുകൊണ്ടിരുന്നേ. അവിടെ ഒരു ആഹാരവും നമ്മൾ കാണുന്നില്ല. അവിടെ വെറും 5 അപ്പമേ കാണുന്നുള്ളൂ. പക്ഷെ കർത്താവ് ചെയ്യുന്ന ഒരു അത്ഭുതമാ. ആ 3 ദിവസം അവരിരുന്ന് പട്ടിണിക്കിരുന്ന് വചനം കേട്ടതിന് പകരമായി അവിടെ വചനം എഴുതി വെച്ചിരിക്കുക, അവരെല്ലാരും തിന്ന് തൃപ്തരായി എന്ന്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അവിടെ നമ്മൾ കാണുന്നു 5 അപ്പം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 5000 ആണുങ്ങളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ കഴിച്ച് തൃപ്തരായി എന്നാ വചനം പറയുന്നത്. അവരെല്ലാരും തൃപ്തരായി. ഹല്ലേലൂയ. ഈ പത്രോസും കൂട്ടുകാരും കൂടെ കരത്തീരത്ത് അവര് രാത്രി മൊത്തം കിടന്ന് അധ്വാനിച്ചു. വചനം അവരെ കുറിച്ച് ഫിഷിംഗ് നെറ്റ്സ് അല്ലെ, അവരുടെ മീൻ പിടിക്കുന്ന വലകളെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ഒരു കാര്യവും ഇല്ല, ഇനി യൂസ് ഇല്ല എന്ന് പറഞ്ഞ്. എന്താ അത്? ഒന്നും കിട്ടിയില്ല അവർക്കൊരു ഒരു ചെറിയ ഒരു ഞാഞ്ഞൂലി മീൻ പോലും അവർക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കാണുന്നു യേശു കർത്താവ് അവിടെ ചെന്ന് അവരുടെ വള്ളത്തിലിരുന്നിട്ട് അവരുടെ അവസ്ഥയെ കംപ്ലീറ്റ്ലി മാറ്റുന്നത് നമ്മൾ കാണുന്നു. അവരെത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചോ അതിന് പകരമായി മതി 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 കർത്താവേ എന്ന് പറയത്തക്ക വണ്ണം അവരുടെ സന്തോഷത്തിനെ ഇരട്ടിപ്പിച്ച് വെക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് വചനം വിളിച്ചു പറയാ, സക്കറിയാവിന്റെ പുസ്തകത്തിനകത്ത് വിളിച്ചു പറയാ, ഈ 9-ാം അധ്യായത്തിനകത്ത് ഇത് ശരിക്കും സിയോണിന് വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചാ പ്രഖ്യാപിക്കുന്നത്. സിയോൺ അല്ലെങ്കിൽ ഇസ്രായേലിന് വരാനിരിക്കുന്ന
രാജാവിനെ കുറിച്ച് പ്രഖ്യാപിച്ചാൽ രാജാവിനെ കുറിച്ച് പ്രഖ്യാപിച്ചാൽ ഇസ്രായേലിനെ ഭരിക്കുന്ന സർവശക്തനായ ദൈവത്തിനെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുമ്പം ഹല്ലേലൂയ, അതിനകത്തെ ഒരു വാക്കാ പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും പ്രത്യാശയുണ്ട്, ഞാൻ വരുമ്പോ അല്ലെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുക, നിങ്ങൾ എത്ര നിരാശ അനുഭവിച്ചോ ആ നിരാശയ്ക്ക് പകരം ഇരട്ടിയായി നിങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹം ലഭിക്കുമെന്ന് ഇന്ന് വിളിച്ചു പറയണം. എനിക്ക് ഇരട്ടിയായി എൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വരാൻ പോകുന്നത്. ഹല്ലേലൂയ, ഞാൻ ഇരട്ടി അനുഗ്രഹം അനുഭവിക്കും. ഇത്രയും നാളും ഏതെങ്കിലും വിഷയങ്ങളെയൊക്കെ ഓർത്ത് കരഞ്ഞു, അതിന് പകരം ഇരട്ടിയായി കർത്താവ് സന്തോഷം പകരും, സമാധാനം പകരും. ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്ന, ഞാൻ നിന്റെ മതിലുകൾ എൻ്റെ കണ്ണു മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ, നിന്റെ മതിലുകൾ ഇടിഞ്ഞതും പൊളിഞ്ഞതും ഒക്കെ ആണെങ്കിൽ അത് കർത്താവിന്റെ കണ്ണു മുമ്പിലുണ്ട്. കർത്താവ് അതിന് പകരമായിട്ടും നന്മ തരും. ഹല്ലേലൂയ, യാക്കോബിനെ കുറിച്ച് പറയുന്നു, യാക്കോബ് കുറെ വർഷക്കാലം, എനിക്ക് തോന്നുന്നു 10, 20, 21 വർഷക്കാലം ഹല്ലേലൂയ തൻ്റെ മകനെ കാണാതിരുന്ന് ഭയങ്കര നിരാശയിലായിരുന്നു അല്ലെ. ജോസഫിനെ കാണാതെ പോയി, സഹോദരന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു അവനെ ഒരു മൃഗം വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് തിരുവചനം പറയുന്നത് യാക്കോബ് ഭയങ്കര നിരാശയില ജീവിച്ചത്. എങ്ങനെ നമുക്കറിയാം? തിരുവചനം പറയുന്നത് രഥങ്ങൾ കണ്ടപ്പോൾ, ജോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ ഹല്ലേലൂയ യാക്കോബിന്റെ കണ്ണുകള് പ്രകാശിച്ചു എന്നാ പറയുന്നത്, കണ്ണുകള് തെളിഞ്ഞു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. But when they repeated, Genesis chapter 45 verse number 27, but when they repeated to Joseph had told them, and when he saw the wagons Joseph had sent to carry him, their father's spirits revived. അന്ന് വായിച്ചേ. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ. അപ്പൊ എപ്പോഴാ ഇവര് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ല, കേട്ടപ്പോൾ. പക്ഷെ യാക്കോബിന്റെ കണ്ണു മുമ്പില് ഇതിന്റെ അടയാളം കണ്ടു. ഈ കേട്ടതിന്റെ അടയാളം യാക്കോബ് കണ്ടു. ഹല്ലേലൂയ, ആൺമക്കള് വന്നിട്ട് ജോസഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും യാക്കോബിന്റെ സ്പിരിറ്റ്സ് റിവൈവ്ഡ് ആയില്ല. ഉള്ള ആത്മാവ് അങ്ങോട്ട് പുതുക്കം പ്രാപിച്ചില്ല. പക്ഷെ കണ്ടു. ഹല്ലേലൂയ, ഇവര് പറഞ്ഞത് സത്യമാണെന്ന് കണ്ണു മുമ്പിൽ കണ്ടപ്പോൾ തിരുവചനം എഴുതി വെച്ചിരിക്കുന്നു, വായിച്ചേ. ആമേൻ, യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ. അപ്പം ഇത്രയും നാളും അനുഭവിച്ച സങ്കടം, മകൻ നഷ്ടമായി പോയി എന്ന് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന ആത്മാവിന് എന്തു പറ്റി? ഹല്ലേലൂയ, യാഥാർത്ഥ്യം കണ്ടപ്പോൾ, അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടപ്പോൾ, രഥങ്ങൾ കണ്ടപ്പോൾ ഹല്ലേലൂയ യാക്കോബിന്റെ ആത്മാവ് വീണ്ടും പ്രചോദനമുണ്ടായി. ഹല്ലേലൂയ, ഹിസ് father's spirits revived. Hallelujah, ആത്മാവ് അങ്ങോട്ട് തുള്ളിച്ചാടി എന്നൊക്കെ നമുക്ക് പറയാം. കർത്താവിന്റെ വചനം ഹല്ലേലൂയ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ ഉറപ്പ് പറയുന്നു. എന്താണ്? ഹല്ലേലൂയ, നിങ്ങൾക്ക് ഓരോ തിന്മയ്ക്ക് പകരമായി, ഓരോ നിരാശയ്ക്ക് പകരമായി ഞാൻ ഇരട്ടി അനുഗ്രഹം അല്ലെങ്കിൽ ഇരട്ടി സമാധാനം നൽകും. നമ്മൾ കാണുന്നു യാക്കോബിന്റെ ഒടുവിലത്തെ സമയങ്ങള് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകന്റെ കൂടെ താൻ പാർപ്പെട്ട്. യോബിനെ ഒന്ന് നോക്കിക്കേ, യോബിനെ കുറിച്ച് വചനം പറയുന്നു ഹല്ലേലൂയ, യോബിന്റെ അവസാനത്തെ നാളുകള് യോബിന്റെ തുടക്കത്തിനെക്കാട്ടിലും വളരെ സന്തോഷമുള്ളത്. ഹല്ലേലൂയ, യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഹല്ലേലൂയ നമ്മൾ കാണുന്നു അതിന്റെ 12 Job chapter 42 verse number 12. Hallelujah, so the Lord blessed Job in the second half of his life even more, hallelujah, than in the beginning. എന്ന് വായിച്ചേ.
ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ആമേൻ. അവൻ തൃക്കാലം അല്ലെ, പിൽക്കാലത്തെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തെക്കാട്ടിലും അധികം അനുഗ്രഹിച്ചു. അധികം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. തനിക്ക് ആദ്യ 14,000 ആടുകളും ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും രണ്ടിരട്ടിയാ തനിക്ക് ഇപ്പൊ അതിനകത്തൊരു എണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇരട്ടിയാ തനിക്ക് ഇപ്പൊ അതിനകത്തൊരു എണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞ് യോബിന് 14,000 അവന് 14,000 ആടുകളും ആ 6,000 ഒട്ടകങ്ങളും ആ 1,000 ഏർ കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. ഓക്കെ. ഇയ്യോബിന്റെ 1-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച്. ഇയ്യോബിന്റെ 1:2, ജോബ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 2. അത് പറയുന്നു തുടക്കം. ഓക്കെ, ജോബിന്റെ തുടക്കത്തില് he had 7 sons, 3 daughters. He owned 7,000 sheep, 3,000 camels, 500 teams of oxen and 500 female donkeys. കണ്ടോ, ആൾക്ക് 7,000 ആടുകള്, 3,000 ഒട്ടകങ്ങള്, 500 കാളകള്, 500 പെൺകഴുതകള്. യോബിന്റെ 42:12 വായിക്കുമ്പം ഇതെല്ലാം നേരെ ഇരട്ടിയായി. ഇപ്പൊ എത്രയാ? 14,000 ആടുകള്, 6,000 ഒട്ടകങ്ങൾ. കണ്ടോ, നേരത്തെ 3,000 ഒട്ടകമായിരുന്നു, ഇപ്പൊ 6,000 ഒട്ടകം. ഇപ്പൊ 6,000 ഒട്ടകം. നേരത്തെ 500 കാളകളായിരുന്നു, ദേണ്ട 1,000 കാളകള്. നേരത്തെ 500 പെൺകഴുതകളായിരുന്നു, ദേണ്ട 1,000 പെൺകഴുതകള്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു ആദ്യം എത്രയായിരുന്നു? 7 ആൺമക്കളും 3 പെൺമക്കളും, 3 പെൺപിള്ളേർ. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇവിടെ ഹല്ലേലൂയ, 7 ആൺമക്കള് കൂടെയും 3 പെൺമക്കള് കൂടെയും ലഭിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ആ പെൺപിള്ളേരുടെ പേരും അതും ഇതും ഒക്കെ പറയുന്നതിന് പറയുന്നു, ആ യോബിന്റെ പെൺമക്കളെ പോലെ സുന്ദരമായ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഹല്ലേലൂയ, ഇയ്യോബിന്റെ ആസ്തികൾ നോക്കിക്കേ. ഇയ്യോബിന് 3,000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 6,000 ഒട്ടകങ്ങള്. 7,000 ആടുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 14,000 ആടുകള്. കണ്ടോ, ഇരട്ടിപ്പിക്കുന്നേ. ഹല്ലേലൂയ, ഇരട്ടിയാക്കി. എന്താ വചനം നമ്മളിന്ന് തുടക്കത്തിൽ കേട്ടത്? ഞാൻ നിന്റെ ഓരോ സങ്കടത്തിനുമായി നിനക്ക് ഇരട്ടി അനുഗ്രഹം തരും. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് വേണ്ടി ചോദിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളെ തരും. ഹല്ലേലൂയ. ഒരു ഭവനം ചോദിക്കുമ്പോൾ 2 ഭവനം തരും. ഒരു ജോലിക്ക് വേണ്ടി ചോദിച്ച് വലഞ്ഞു കിടപ്പുണ്ടായിരുന്നെങ്കിൽ 2-3 ജോലിയൊക്കെ തന്നിട്ട് ഏത് തെരഞ്ഞെടുക്കണം കൺഫ്യൂഷൻ തരും. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പാ. ഹല്ലേലൂയ. നിങ്ങൾ സങ്കടപ്പെട്ട ഏതെങ്കിലും മേഖലയുണ്ടോ, ആ മേഖലയില് ഉറപ്പായിട്ടും ഇരട്ടിയായി നിങ്ങൾക്ക് സന്തോഷം, സമാധാനം ഉറപ്പായിട്ടും കർത്താവ് തരും. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മൾ ഈ വർഷം തുടക്കത്തിൽ തന്നെ എടുത്തത്. കർത്താവിന്റെ 61-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കണം. ഹല്ലേലൂയ. ഇതാണ് വാഗ്ദത്ത വചനം. സ്തോത്രം. എന്താ കർത്താവ് പറഞ്ഞത്? 61:7. ഹല്ലേലൂയ. Instead of shame and dishonor, Isaiah chapter 61 verse number 7. Instead of shame and dishonor, you will enjoy a double share of honor. എന്ന് പറഞ്ഞേ, ഇരട്ടി, എല്ലാം ഇരട്ടിയാ. ഹല്ലേലൂയ. Double share of honor. You will possess a double portion of prosperity in your land and everlasting joy will be yours. എന്ന് വായിച്ചേ. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം will be yours. എന്ന് വായിച്ചേ. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർക്ക് അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അവര് തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം മഹത്വം. അങ്ങനെ അവര് തന്റെ ദേശത്ത് ഇരട്ടി അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ, അതിനെ ഇരട്ടിയായി എനിക്ക് നന്മ വരാൻ പോകുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പറയണെന്തേ, നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം, ഇരട്ടി നന്മ വരാൻ പോകുക. ഉറപ്പാ. കർത്താവിനെ സേവിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെയാ. ഇതിനകത്തൊരു മാറ്റവുമില്ല. അനുഭവിച്ചതിൽ നിന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. നിരാശയ്ക്ക് പകരം ഇരട്ടിയ അനുഗ്രഹം തരുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസും കൂട്ടുകാരും ഹല്ലേലൂയ അവര്
അവരുടെ ബോട്ടിനകത്തൊന്നുമില്ലായിരുന്നു അല്ലെ. അവര് ഒരു ബോട്ട്, പത്രോസിന്റെ ബോട്ടിനകത്ത് പത്രോസിനോട് യേശു കർത്താവ് പറയാ, നീ വെള്ളത്തിനകത്തോട്ട് വലയിടാൻ പറയുമ്പോ പത്രോസ് പറയാ, ഗുരു എന്താ പറയുന്നേ, രാത്രി മൊത്തം ഞങ്ങൾ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല. ഒരു മീൻ പോയിട്ടൊരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു പുഴു പോലും ഞങ്ങളുടെ വലയ്ക്കകത്ത് കയറിയില്ല, ഒരു ചെടിയുടെ കഷ്ണം പോലും ഇതിനകത്ത് കയറി വന്നില്ല, പിന്നാണോ പറയുന്നേ വല വീശാനായിട്ട്. പക്ഷെ യേശു പറഞ്ഞപ്പോ യേശുവിനോട് പറയാ, ശരി ഗുരു അങ്ങയുടെ വാക്കിന്റെ പുറത്ത്, ഇപ്പൊ യേശുവിനോട് പറയാ, ശരി ഗുരു അങ്ങയുടെ വാക്കിന്റെ പുറത്ത് ഞങ്ങള് വല ഇട്ടോളാം. എന്നിട്ട് കർത്താവിന്റെ വചനം പറയാ, അതിന്റെ 7-ാം വാക്യം, ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. ലൂക്ക് 5 വേഴ്സ് നമ്പർ 7. ശ്രദ്ധയോടെ വായിക്കണേ. ഇങ്ങനെയാ കിടക്കുന്നേ. A shout for help brought their partners in the other boat, and soon both boats were filled with fish and on the verge of sinking. കണ്ടോ, one boat എന്നല്ല, both boats. ഹല്ലേലൂയ. 2 ബോട്ട്സും. അന്ന് വായിച്ച്. അവർ വന്ന് വഞ്ചി രണ്ടും കണ്ടോ, മുങ്ങാറാകും. വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കത്തുള്ളൂ. എങ്ങനെയാ? വഞ്ചി രണ്ടും മുങ്ങാറായി. ഹല്ലേലൂയ. ഒരു ബോട്ടിനകത്താ പോയത്. ഒരു ബോട്ടിനകത്ത് പോയവര് നിരാശപ്പെട്ട് താടിക്കും കൈ കൊടുത്താ പോയത്. എങ്ങനെ ഇന്ന് ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കും? ഇന്ന് എങ്ങനെ കടക്കാരുടെ, ഇവരൊക്കെ ചിലപ്പോ ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കും? ഇന്ന് എങ്ങനെ കടക്കാരുടെ, ഇവരൊക്കെ ചിലപ്പം ഡെയിലി ചിട്ടി വെച്ചവരായിരിക്കും അല്ലെ. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കിയാല് ഡെയിലി ചിട്ടിയൊക്കെ വെച്ച് നടത്തുന്നവരായിരിക്കും. ചിലപ്പം ഡെയിലി ലോൺ ഷാർക്സിനൊക്കെ ഡെയിലി കടം വീട്ടുന്നവരായിരിക്കും. ചിലപ്പം വാതുക്കൽ വന്നിട്ട് ഇങ്ങോട്ടായിരിക്കും, എന്നാ ഞങ്ങളുടെ പൈസ ഇങ്ങോട്ട് തരുന്നു, ഇങ്ങോട്ട് തന്നേ, അല്ലെങ്കിൽ ഇതേ വീടൊക്കെ ജപ്തി ചെയ്യാൻ റെഡിയായി നിൽക്കുമായിരിക്കും. പക്ഷെ കർത്താവിന്റെ വചനം എന്താ പറയുന്നേ? ഒരു ബോട്ട് കാലിയായി, ഒരു ബോട്ടാ പോയത്. പക്ഷേ ദേ 7-ാം വാക്യം എഴുതിയിരിക്കുന്നു, 2 ബോട്ടും നിറഞ്ഞു. ഹല്ലേലൂയ. Soon both boats were filled. എന്താ പറയുന്നത്? അതിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിക്കേ. യേശു കർത്താവ് 2 ബോട്ട് ഹല്ലേലൂയ ശൂന്യമായി കിടക്കുന്നത് കണ്ടു. 2 ബോട്ട് അവിടെ കണ്ടു. ഒരു ബോട്ടിനെ വിളിച്ചുകൊണ്ട് വെള്ളത്തിലിറക്കി. പക്ഷെ മടങ്ങി വന്നതോ 2 ബോട്ടും നിറഞ്ഞ മടങ്ങി വന്നത്. ലജ്ജയ്ക്ക് പകരം ഇരട്ടി അനുഗ്രഹം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 61-നകത്തേക്ക് മടങ്ങി വരാം. 61-7. ഹല്ലേലൂയ. ആ വാക്യം എന്താണ് പറയുന്നത്? Instead of shame and dishonor, you will enjoy a double share of honor. എവിടെ ലജ്ജിച്ചോ, എവിടെ നാണം കുനിക്കേണ്ടി വന്നോ, അതിന് പകരമായി ഇരട്ടിയായി തല നൂർന്നു നിന്നിട്ട് മറ്റുള്ളവരെ സല്യൂട്ട് അടിക്കും. ഇന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റുള്ളവരെന്നെ സല്യൂട്ട് അടിക്കുന്ന കാലങ്ങൾ വരുക. ഹല്ലേലൂയ. മറ്റുള്ളവര് ഞാൻ കേറി വരുമ്പോ അവര് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന കാലം വരുക. ഹല്ലേലൂയ. ആൾക്കാരൊക്കെ കഴിയോ എന്തോ ഇതിന് കൊള്ളാം എന്ന് പറഞ്ഞോ, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ മനഃപൂർവ്വമായിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞൊന്ന് സൂചി കുത്തുന്നത് പോലെ കുത്തിക്കേറ്റിയോ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കാലങ്ങൾ വരാൻ പോകുക, അവര് ബഹുമാനത്തോടെ സല്യൂട്ട് അടിച്ച് എഴുന്നേറ്റ് നിൽക്കും. അവര് മുണ്ടൊക്കെ താഴ്ത്തിയിട്ട് അവര് ബഹുമാനത്തോടെ തോർത്തൊക്കെ മാറ്റി ഇങ്ങനെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും. അവര് 10 പേരോട് പറയും, ദാണ്ട് വരുന്നു എൻ്റെ മരുമോളാ, എൻ്റെ മോളാ, ദാണ്ട് വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ദാണ്ടതാ ഇന്ന ഓഫീസിൽ ഉണ്ടായിരുന്ന ആളാ, ഞങ്ങള് മുൻ പരിചയമുള്ളവരാ എന്ന് പറഞ്ഞ് അവര് ബഹുമാനം കൊള്ളും. ഹല്ലേലൂയ. വാക്ക് പറയുന്നു, യു വിൽ possess a double share or double portion of prosperity. You will possess a double share or double portion of prosperity. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും ഇരട്ടി പ്രോസ്പെരിറ്റി, നന്മ, ഒരു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിന്റെ ഭവനത്തിനകത്ത് കാണുമെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും അധികം. ഇന്ന് പറഞ്ഞേ, മറ്റുള്ളവരെക്കാട്ടിലും അധികമോ ഭവനത്തിനകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. A double portion of prosperity. ആ വാക്യം ഒന്ന് വായിച്ച്, 7-ാം വാക്യം. നാണത്തിന് പകരം നിങ്ങൾ ഇരട്ടിയായി പ്രതിഫലം കിട്ടും. നാണത്തിന് പകരം നിനക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ലജ്ജയ്ക്ക് പകരം അവർ തന്റെ ഓഹരിയിൽ സന്തോഷിക്കും. ഇരട്ടി അവകാശം, ഡബിൾ പോർഷൻ ഓഫ് പ്രോസ്പെരിറ്റി. ഇന്നത്തെ അവസ്ഥയൊന്നും നോക്കി ആരും ഒന്നും പറയണ്ട കേട്ടോ. ഇന്നത്തെ അവസ്ഥയൊന്നും നോക്കി ആരും പറയണ്ട, അയ്യോ എങ്ങനെയാണോ കർത്താവ് ഇനി നാളെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ വിളിച്ചു പറയണം, നാളെ എനിക്കറിയാം, നാളെ ഇരട്ടി അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിനകത്ത്
ജീവിതത്തിനകത്ത് വരാൻ പോകുന്നത്. നാളത്തെക്കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിനകത്ത് ഇരട്ടി നന്മയാ ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. ഹാലലൂയ. എൻ്റെ ജീവിതത്തില് ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. ഇരട്ടി കവിഞ്ഞൊഴുകുന്ന ഇരട്ടി ആയിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ പോകും. ആ കടക്കാര് വന്ന് ഡോറെ തട്ടുന്നുണ്ടെങ്കിൽ ഹല്ലിയ ഇടാൻ പോകും. ആ കടക്കാര് വന്ന് ഡോറെ തട്ടുന്നുണ്ടെങ്കിൽ ഹല്ലിയ ഇന്ന് അവര് കേൾക്കത്തക്ക വണ്ണം വിളിച്ചു പറയണം, ഈ ലജ്ജയ്ക്ക് പകരം എനിക്ക് ഇരട്ടി അഭിമാനം. ഹല്ലിയ. നാളെ അവർക്ക് വായ്പ കൊടുക്കുന്ന ഒരു അവസരം കർത്താവ് ഉണ്ടാക്കി തരും. ഹല്ലിയ. ഇരട്ടി അനുഗ്രഹം, ഇരട്ടി ബഹുമാനം, ഇരട്ടി പ്രതിഫലം, ഇരട്ടി ഇരട്ടി ഹല്ലേലൂയ. സകലതും ഇരട്ടിപ്പിക്കുന്ന കർത്താവ്. ഹല്ലെ. ഇന്നത്തെ അവസ്ഥ ഒന്നും നോക്കണ്ട. കർത്താവിന്റെ സമയം വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് സകലതും ഏറ്റവും ബെസ്റ്റ് ആക്കി തരും. കർത്താവ് ഈ നല്ല വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സക്കറിയയുടെ പ്രവചന പുസ്തകം ആ വാക്യം മറന്നു പോകല്ലേ. ഹല്ലേലൂയ. വാക്യം എന്താ പറഞ്ഞത്? എന്താ? പ്രത്യാശയുള്ള ബന്ധിതരെ ആ, കോട്ടയിലേക്ക് മടങ്ങി വരുവേൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി ഇതാണ് വാക്യം. ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. ഐ വിൽ റീപേ ഫോർ ഈച്ച് ഓഫ് യു. നിങ്ങളുടെ ഓരോ ട്രബിൾസിന്, ബുദ്ധിമുട്ടിന് പകരമായി ഞാൻ 2 ഇരട്ടി ഡബിൾ ആയിട്ട് അനുഗ്രഹം തരും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, സകല നന്മയും യേശുവിന് മാത്രം. ഹല്ലേലൂയ. എന്ന് കാത്തിരിക്കണം. വിളിച്ചു പറയണം. നിരാശ വിളിച്ചു പറയല്. വായും കൊണ്ട് അനുഗ്രഹം അനുഭവിക്കണം. ഹല്ലേലൂയ. ഒറ്റ നിരാശയുടെ വാക്ക് പറയല്. ഒറ്റ സങ്കടത്തിന്റെ വാക്ക് പറയല്. ഹല്ലേലൂയ. ഒറ്റ ദേഷ്യത്തിന്റെ വാക്ക് പറയല്. ഭർത്താവോ മക്കളോ ഭാര്യയോ ആരെങ്കിലും വന്നൊക്കെ ഇങ്ങനെ സൂചി കുത്തുമ്പം, ഹല്ലേലൂയ, അമ്മായിയമ്മയോ അമ്മായിയച്ഛനോ ആരെങ്കിലും ഒക്കെ വന്ന് സൂചി കുത്തുമ്പം പക്ഷേ ഒരു വാക്കോ ദേഷ്യത്തിന്റെയോ ബഹളത്തിന്റെയോ ഒരു വാക്കോ പറയല്. വായടച്ച് ഇരുന്നിട്ട് പറയണം, ഞാൻ കേൾക്കുന്നില്ല, ഞാൻ മരിച്ച വ്യക്തിയാ, ഞാൻ കേൾക്കത്തില്ല, എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല, കേൾക്കത്തില്ല. വായടച്ചു വെച്ചിട്ട് വിളിച്ചു പറയണം, ഈ ലജ്ജയ്ക്ക് പകരം ഇരട്ടി അനുഗ്രഹം. ഹല്ലേലൂയ. ഇതിന് പകരം, ഈ നിരാശയ്ക്ക് പകരം ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു നിരാശയുണ്ടോ, വിളിച്ചു പറയണം, ഈ നിരാശയ്ക്ക് പകരം ഇരട്ടി പങ്ക് അനുഗ്രഹം. ഹല്ലേലൂയ. ഞാനിത് കാണാൻ പോകുക, എനിക്കിത് അനുഭവിക്കണം. ഹല്ലേലൂയ. വാ തുറന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ ഇടയാകല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്മയാൽ നിറയ്ക്കട്ടെ. പ്രത്യാശയോടെ കാത്തിരിപ്പൻ. ഹല്ലേലൂയ. നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.